എവരിവൺ, ഞാൻ കൃഷ്ണവേണി, ക്ലിനിക്കൽ സൈക്കോളജി മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ സ്ട്രെസ് എന്താണെന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമായിരിക്കും സ്ട്രെസ്, അല്ലേ? എല്ലാവർക്കും വരുന്നൊരു സാധനമാണ് എന്നും നമുക്കറിയാം. എന്തിനെക്കുറിച്ചെങ്കിലും നമ്മുടെ ജീവിതമാകുമ്പോൾ അതിന് ഇഷ്ടംപോലെ നമുക്ക് ആലോചിക്കാൻ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം അനുഭവപ്പെടും. അപ്പോൾ ഇത് പല രീതിയിൽ പലവർക്ക് വരുന്ന കാര്യങ്ങളാണ്. ഒന്നല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ ആ സ്ട്രെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പുറത്തേക്ക് വരുന്ന ദേഷ്യമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ കടന്ന് ഇങ്ങനെ ആൾ സങ്കടപ്പെടുന്നതായിരിക്കാം. അങ്ങനെ പല രീതിയിലും ഈ സ്ട്രെസ് എന്ന് പറഞ്ഞൊരു സാധനം പുറത്തേക്ക് വരും. അപ്പോൾ ഈ സ്ട്രെസ് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സിവിയർ ആയിട്ട് വരുന്ന ഒരു ടൈമിൽ നമുക്ക് വരുന്ന കുറച്ച് ഡിസോർഡേഴ്സാണ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സാണ്. ഒന്ന് ആൻസൈറ്റി ഡിസോർഡേഴ്സ്, പിന്നെ അതുപോലെ ഡിപ്രഷൻ വരും. ഒരു കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിപ്രഷൻ്റെ സൈഡിലേക്ക് പോകും. പിന്നെ അതുപോലെ PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡറാണ്. അത് വരുന്നത് ഒരു ട്രോമാറ്റിക് ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ സ്ട്രെസ്സിന് ഒരു ഭയങ്കര റോള് ആ PTSDയിലുണ്ട്. സോ ഇങ്ങനെ കുറേ ഡിസോർഡേഴ്സൊക്കെ നമ്മൾ സ്ട്രെസ് അധികമായി വരുമ്പോഴേക്കും കണ്ടുവരാറുണ്ട്. നമ്മൾ ഏത് പ്രായത്തിലുള്ളവരെ നോക്കിയാലും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ കോൺസ്റ്റൻ്റാണ്. അതിപ്പോൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കുന്ന കാര്യമാവാം, ചിലപ്പോൾ അവർക്ക് അടി കിട്ടുന്ന കാര്യമാവാം. പഠിച്ചില്ലെങ്കിൽ അതിനടി കിട്ടുമോ, അമ്മ ചീത്ത പറയുമോ, മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചീത്ത പറയുമോ, അങ്ങനെ കുട്ടികൾക്ക് സ്ട്രെസ് ഉണ്ടാവാം. അതിപ്പോൾ കുട്ടികളോട് നിനക്ക് എന്താ സ്ട്രെസ് എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. അവരുടെ ആ ഒരു ഏജിൽ അവർക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അടി കിട്ടുന്ന കാര്യം, എന്തെങ്കിലും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, അതൊക്കെ ആയിരിക്കാം. കുറച്ചും കൂടെ ഒരു കോളേജിൽ പോകുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഭാവിയുള്ള കാര്യങ്ങൾ എന്താണെന്നാവാം. അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ജോലി ആയില്ലേ, അതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ വീട്ടിലെ കടങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതകൾ ഭയങ്കര ഇനിയിപ്പോൾ ഭയങ്കര പൈസ ഉള്ള ഒരു വീട്ടിലെ ആളാണെങ്കിലും ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സമാധാനക്കേട് അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം. സോ ഇങ്ങനെ നമുക്ക് സ്ട്രെസ്സ് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പല വഴിയിലൂടെയും ഏത് വഴി കൂടെയും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ മനുഷ്യന്മാർക്കും കോമൺ ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു 3 ടെക്നിക്സ് നമുക്ക് സ്ട്രെസ് വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടെക്നിക്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കായാലും എല്ലാവർക്കും വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരെവിടെയാണോ അവർക്ക് ആ ശ്വാസം മുട്ടുന്ന ആ ഒരു സമയം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു കാര്യം ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നോർമലി എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയും അതിനോട് റിയാക്ട് ചെയ്യും, നമ്മുടെ മൈൻഡും അതിനോട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മളിൽ ഒരു കൺട്രോൾ കിട്ടില്ല. ചിലപ്പോൾ നമ്മളത് ബാക്കിയുള്ളവരോട് ദേഷ്യപ്പെട്ട് കാണിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ സങ്കടപ്പെടും, ചിലവർ കരയും, ചിലവരൊന്നും എക്സ്പ്രഷൻ ഇല്ലാതിരിക്കും. ഇതിൽ ഏത് കാര്യമാണെങ്കിലും ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രശ്നമായിട്ട് തന്നെ വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടെക്നിക്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റാണ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ്, ആ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് ബ്രീത്തിലേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അടിയിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 4-4-4 എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ കൗണ്ടിങ്. 4 സെക്കൻഡ്സ് നമ്മൾ കൗണ്ട് ചെയ്ത് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, ഇൻഹെയിൽ ചെയ്യുക. 4 സെക്കൻഡ്സ് നമ്മൾ ബ്രീത്ത് വെച്ച് ഉള്ളിൽ വെക്കുക, പിന്നെ 4 സെക്കൻഡ്സ് കൊണ്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ 4-4-4 എന്നുള്ള രീതിയിലാണ് ഇത് പോകുക. സോ 4 സെക്കൻഡ്സിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, 4 സെക്കൻഡ്സ് വി ആർ കീപ്പിംഗ് ദ ബ്രീത്ത് ദെയർ ആൻഡ് 4 സെക്കൻഡ്സ് വി ആർ ടേക്കിംഗ് ഇറ്റ് ടു ലെറ്റ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇത് ഒരു ഭയങ്കര അടിപൊളി ടെക്നിക്കാണ്. നിങ്ങൾ സ്ട്രെസ് വരുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ. നമ്മുടെ മൈൻഡ് ഉണ്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് റിഫ്രഷ് ആവും. നമുക്ക് ആ ടൈമിലേക്ക് ഒരു കൺട്രോൾ കിട്ടും. പലപ്പോഴും അവർക്കൊരു കൺട്രോൾ കിട്ടാത്ത സമയത്താണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത സമയത്താണ് കുറേ അപകടങ്ങളിലേക്ക് ചെന്നപ്പെടാറ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബോക്സ് ബ്രീത്തിങ്. ഓക്കെ, 4-4-4 ഇൻഹെയിൽ 4, keep it for 4 seconds and let it out for 4 seconds. നെക്സ്റ്റ് ടെക്നിക്കാണ് ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയും. ഇത് ഒരു 5-4-3-2-1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് എന്തിനെക്കുറിച്ചെങ്കിലും ഓവർ തിങ്ക് ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് അതിന് എടുക്കാൻ പറ്റുന്നില്ല. എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് മൈൻഡ് അതിനെ മാറ്റാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്നു, ഒരു രക്ഷയില്ല, എന്ത് ചെയ്യുന്ന അറിയാൻ പാടില്ല. ആ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദിസ് ഇസ് ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ സറൗണ്ടിങ്ങിൽ 5 കാര്യങ്ങൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ, എനിക്ക് എൻ്റെ ഫാൻ കാണാം, എൻ്റെ ക്ലോക്ക് കാണാം, വാട്ടർ ബോട്ടിൽ കാണാം, എൻ്റെ സ്പെക്സ് കാണാം, എൻ്റെ പെൻ കാണാം. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് എൻ്റെ 5 കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നത് ഞാൻ നോക്കി. ഇനി 4 കാര്യങ്ങൾ എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത്, ഞാനിരിക്കുന്ന എൻ്റെ ബെഞ്ച് എനിക്ക് ടച്ച് ചെയ്യാം, എൻ്റെ മൗസ് എനിക്ക് ടച്ച് ചെയ്യാം, എൻ്റെ വാട്ടർ ബോട്ടിൽ എനിക്ക് ടച്ച് ചെയ്യാം, എൻ്റെ സ്പെക്സ് എനിക്ക് ടച്ച് ചെയ്യാം. സോ 4 കാര്യങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. പിന്നെ 3 കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, എനിക്കിപ്പോൾ പട്ടി കുറയ്ക്കുന്നത് കേൾക്കാം, എൻ്റെ ഫാനിൻ്റെ ശബ്ദം കേൾക്കാം, ആൻഡ് ഐ ക്യാൻ ഹിയർ സമൺ ടോക്കിംഗ്, ഒരാൾ സംസാരിക്കുന്നത് കേൾക്കാം. സോ നമുക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. പിന്നെ അതുപോലെ 2 കാര്യങ്ങൾ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ ഫുഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്, പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ വായിലിപ്പോൾ ലാസ്റ്റ് ഞാൻ കഴിച്ച ഫുഡിൻ്റെ ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ 5 മെത്തേഡ്സ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് മൊത്തത്തിൽ വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണ്.
ഈ ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട് മൊത്തത്തിൽ മാറുമ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവും. കാരണം നമ്മുടെ മൈൻഡ് എന്താ പാലിക്കുന്നത്, എങ്ങനെ 5 കാര്യങ്ങൾ എന്താണ് എനിക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, എന്താണ് എനിക്ക് കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ, എന്താണ് എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, എന്താണ് എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 എണ്ണം, എന്താണ് എൻ്റെ വായിലെ ടേസ്റ്റ്. സോ നമ്മുടെ മൈൻഡ് മൊത്തത്തിൽ ബിസിയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഓവർ തിങ്ക് ചെയ്യാനുള്ള മാറ്റർ നമ്മളൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് വരുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് നന്നായിട്ടൊന്ന് റിലാക്സ് ആവും. സോ ഇതാണ് സെക്കൻഡ് ടെക്നിക്, ഗ്രൗണ്ടിങ് ടെക്നിക്. ദിസ് ഇസ് ഓൾസോ വെരി ഫണ്ടാസ്റ്റിക് മെത്തേഡ് ടു ഗെറ്റ് ഓവർ ദ സ്ട്രെസ്. മൂന്നാമത്തെ നമ്മൾ കുറേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യാറില്ല, മോസ്റ്റ്ലി ഒരു ഈ ടീനേജേഴ്സൊക്കെ ചെയ്യാറുണ്ട് ജേർണലിങ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ അല്ലെങ്കിൽ സങ്കടം വരുമോ, നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ ഒരു പേപ്പർ എടുക്കുക, ഒരു പെൻ എടുക്കുക, അതിലെല്ലാം ലെറ്റ് ഔട്ട് ചെയ്യുക. കാരണം നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, നമുക്ക് സങ്കടം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തിരിക്കുന്ന ഒരാളെ പോയിട്ട് ചീത്ത പറയുക അല്ലെങ്കിൽ നമ്മുടെ വിഷമം മൊത്തം അയാളിലേക്ക് എടുത്ത് തീർക്കുക എന്ന് പറയുന്നത് എപ്പോഴും അയാൾ ചിലപ്പോൾ അതിന് റെഡി ആയിരിക്കില്ല. നമുക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയമാണോ എന്ന് അയാൾക്കറിയില്ല. മേ ബി അയാൾ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ടൈമാണെങ്കിലും സോ അയാൾക്ക് നിങ്ങളുടെ ദേഷ്യവും അയാളുടെ സങ്കടവും എല്ലാം കൂടെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ വേറൊരാളിലേക്ക് ലെറ്റ് ചെയ്യണത്, അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം ടേക്ക് എ പേപ്പർ, ടേക്ക് എ പെൻ ആൻഡ് റൈറ്റ് വാട്ട് എവർ യു തിങ്ക് ഇസ് ബോദറിങ് യു. എന്താണോ നിങ്ങൾക്ക് പ്രശ്നം അത് എങ്ങനെ എഴുതണമെങ്കിലും, കുത്തി വരച്ച് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഏത് ഭാഷയിൽ, ഏത് തരത്തിൽ, ഹാൻഡ് റൈറ്റിംഗ് എന്തായാലും ഒരു കുഴപ്പമില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് അത് എഴുതേണ്ടത് അതുപോലെ എഴുതാം. കാരണം ഇതാരും കാണിക്കാനോ ഇതാർക്കും വായിക്കാനോ ഉള്ളതല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഔട്ട് ചെയ്യാനുള്ളത്. സോ ജേർണലിംഗ് ഇസ് എ വെരി വണ്ടർഫുൾ മെത്തേഡ്. നമ്മൾ ഡയറി എഴുതാന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. പക്ഷേ ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജേർണലിംഗ്, ഇഫ് യു സ്റ്റാർട്ട് ഡൂയിങ് ജേർണലിംഗ് ഇൻ ഡേ ടു ഡേ ബേസിസ്, ഇറ്റ് ഇസ് ആക്ച്വലി വെരി ഹെൽപ്ഫുൾ. ശരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒരു പരിധി വരെ അതിന് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നൊരു സ്ട്രെങ്ത് ഈ ജേർണൽ ആ ഒരു ബുക്കിനുണ്ട്. സോ ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഇമോഷൻസ് ഒന്ന് സ്റ്റേബിൾ ആക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, പെട്ടെന്ന് കുത്തി വരച്ചോ എങ്ങനെയാണെന്ന് ചെയ്യുക, എന്താണോ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ ഉള്ളത് അത് എഴുതി തീർക്കുക. അത് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഒരു മാറ്റം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഹൗ വി ഫീൽ എന്നുള്ളത് ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഇത് കൂടാണ്ടുള്ളത് എക്സസൈസ് ചെയ്യുക, ഫിസിക്കലി ആക്റ്റീവ് ആവുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, സ്ലീപ്പ് സ്കെഡ്യൂൾസ് നന്നായിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ സോഷ്യലി ആക്റ്റീവ് ആവുക, സംസാരിക്കുക, ആൾക്കാരോട് ഒരു സ്ഥലത്ത് കൂടിയിരിക്കാണ്ട് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സിന് പിന്നെ റിഡക്ഷൻ കിട്ടും. ഇനി ഇതെല്ലാം ചെയ്തിട്ടും ഇത് ഭയങ്കര ഒരു സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സാണ്, ക്രോണിക് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസൾട്ട് എ സൈക്കോളജിസ്റ്റ്. കാരണം ഇത് ചിലപ്പോൾ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ PTSD അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസോർഡേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് കാരണമാവാം സ്ട്രെസ്. അപ്പോൾ ഇഫ് യു തിങ്ക് ദറ്റ് ദിസ് ഇസ് ക്രോണിക്, ദിസ് ഇസ് സ്റ്റേയിങ് വിത്ത് യു, പ്ലീസ് കൺസിഡർ സീയിങ് എ സൈക്കോളജിസ്റ്റ്. അതിപ്പോൾ ഏത് ഏജിലുള്ള ആളായിക്കോട്ടെ, എന്ത് പ്രൊഫഷണൽ ആളായിക്കോട്ടെ, നെവർ മൈൻഡ്, ജസ്റ്റ് ഗോ ആൻഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ തെറാപ്പിസ്റ്റ്. കാരണം അവർക്ക് നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മുടെ ബാക്കി ഇപ്പോൾ എവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആയാലും അതിനെ കൂടുതൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ സീക്ക് ദ ഹെൽപ്പ്. ആൻഡ് അതിന് മുന്നേ ഇഫ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യമൊക്കെ വരുന്ന, സ്ട്രെസ് വരുന്ന ഒരാളാണെന്നെങ്കിൽ പ്ലീസ് ട്രൈ ഔട്ട് ദീസ് മെത്തേഡ്സ്. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് എല്ലാ മെത്തേഡും എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ജേർണലിങ്ങും ബ്രീത്തിങ് ടെക്നിക്കുമാണ്. സോ എനിക്ക് എന്നെ കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ആ 2 ടെക്നിക്സിലാണ്. സോ ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. കാരണം നമ്മുടെ എല്ലാവരുടെയും മെക്കാനിസംസ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും വേറെ. സോ എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. സോ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇഫ് യു തിങ്ക് ദറ്റ് വൺ മെത്തേഡ് ഇസ് ഹെൽപ്പിംഗ് യു, കീപ് ഡൂയിങ് ഇറ്റ്. ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ജേർണലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് ഫുള്ളി ഹെൽപ്പ് യു ടു റിലീവ് യുവർ പെയിൻ, മേക്ക് യുവർ സ്ട്രെസ് ബെറ്റർ. So I hope this helped you all even a little bit. Thank you. So if you feel this is helpful or if you find this is helpful and if any one of the method helped you, comment in the box. അപ്പോൾ എനിക്കും അറിയാൻ പറ്റും നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഹെൽപ്ഫുൾ ആയെന്നുള്ളത്. Thank you so much. Bye.